ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ വെൽക്കം ബാക്ക് അവർ പോണ്ടിച്ചേരി ട്രിപ്പ്. ഇതൊരു നമ്മളൊരു പോണ്ടിച്ചേരി ട്രിപ്പാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പോണ്ടിച്ചേരി ട്രിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി 3 ഡേയ്സിന് പ്ലാൻ ചെയ്ത പോണ്ടിച്ചേരി ട്രിപ്പായിരുന്നേ. ലീവ് വെക്കേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പ്. ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തത് വിനായക ടെമ്പിൾ. അവിടെ ഒരു വിനായക ടെമ്പിളുണ്ട്, വളരെ ഫേമസ് ആണ് ആ വിനായക ടെമ്പിൾ. പിന്നെ മദറിൻ്റെയും അരവിന്ദൻ്റെയും ആശ്രമം, പിന്നെ വന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് കോളനി, പിന്നെ റോക്ക് ബീച്ച്, അതിൻ്റെ നിയറസ്റ്റ് ആണ് ലൈറ്റ് ഹൗസ്. ഇത്രയാണ് ഫസ്റ്റ് ഡേ പ്ലാൻ. സോ വിനായക ടെമ്പിളിലും എനിക്ക് ആശ്രമത്തിലും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഇച്ചിരി ഹർബറി ആയിപ്പോയി. സോ ഞാൻ ഫ്രഞ്ച് കോളനി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രഞ്ച് കോളനി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ഏരിയയാണ്. പല വാൾസ്, ആ ഒരു ലൊക്കേഷനൊക്കെ കാണുമ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്നത് പോലെ തോന്നും. എന്നുവെച്ചാൽ അവിടുത്തെ ആ ഒരു മോഡൽ, ബിൽഡിങ്സിൻ്റെ ഒക്കെ മോഡൽ വന്നിട്ട് ഫ്രഞ്ച് ടൈപ്പിലാണ് അവർ കെട്ടിയിരിക്കുന്നത്. ആ കാലത്തെ ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത്ര തന്നെയാണ്. നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ്. ഇത് വന്നിട്ട് റോക്ക് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അത് വന്നിട്ട് ലൈറ്റ് ഹൗസിനെ നോക്കിയാണ് ഇരിക്കുന്നത്. ഇതാണ് ഈ സ്റ്റാച്യുവിൻ്റെ പ്രത്യേകത. ഇതൊരു നല്ല അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ നമുക്ക് ആഫ്റ്റർനൂണിനൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര ഹോട്ടും കൂടിയാണ്. സോ നമുക്കൊരു 3 o'clock ശേഷം ഇറങ്ങുന്നതാണ് ബെറ്റർ. സോ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല ക്ലൈമറ്റാണ്, ഓക്കെയാണ്. പക്ഷേ 3 o'clock ശേഷമേ ഇറങ്ങാവൂ, അത് മസ്റ്റാണേ. അങ്ങനെ അത് കണ്ടു. പിന്നെ അതിൻ്റെ നിയറസ്റ്റാണ് ആ ഒരു ചുറ്റും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഫുൾ നല്ല ഒരു കാം പ്ലേസാണ്. നല്ല അതിൻ്റെ ആ ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് അറിയാൻ പറ്റത്തില്ല ബീച്ചിൻ്റെ സൈഡ് ആകുമ്പോഴത്തേക്കും. നല്ല രസമുണ്ടായിരുന്നു. സോ കണ്ടില്ലേ. സോ ഇത് കഴിഞ്ഞാൽ നേരെ റോക്ക് ബീച്ചാണ്. റോക്ക് ബീച്ച് വന്നിട്ട് ഫുൾ റോക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബീച്ച്, അതാണ് റോക്ക് ബീച്ച്. കണ്ടില്ലേ, ഇതെങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ കുളിക്കാൻ പാടാണ്, കുളിക്കാൻ സമ്മതിക്കാറില്ല. പിന്നെ കാല് നനയ്ക്കാം. മൊത്തം പാറക്കെട്ടുകൾ കൊണ്ട്, എനിക്ക് തോന്നുന്നു ആ തിര പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി പാറക്കെട്ടുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് തന്നെ ഇറങ്ങണം, ഇല്ലെങ്കിൽ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്, കാലും കയ്യും ഒക്കെ പോറാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ബീച്ച്, പോണ്ടിച്ചേരിയിലെ ബീച്ചാണല്ലോ ഇമ്പോർട്ടൻറ്റ്. സോ ആ ബീച്ചിൻ്റെ ഭംഗി അത് കാണുക തന്നെ വേണം. നല്ല കാണാൻ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. ഇങ്ങനെ പതുക്കെ നമ്മൾ റോക്സ് ഓരോന്നായിട്ട് കൈപിടിച്ച് തന്നെ ഇറങ്ങണം. നമ്മൾ പോണ്ടിച്ചേരി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹോട്ടലോ മറ്റോ എടുക്കുകയാണെങ്കിൽ പോണ്ടിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇച്ചിരി ദൂരമായിട്ടൊക്കെ എടുത്താൽ ഭയങ്കര പാടാണ്, നമുക്ക് വണ്ടിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. യൂബറും ഓലയൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു പോണ്ടിച്ചേരിയുടെ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലോ അങ്ങനെയായിട്ടൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ഇച്ചിരി റേറ്റ് കൂടിയാൽ തന്നെ നമ്മൾ അത് എടുക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ദൂരെയുള്ളത് എടുത്താൽ നമുക്ക് ഈ ട്രാവലിംഗ് തന്നെ ഒരുപാട് ടൈമാവും, ടയേർഡാവും, വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഓട്ടോയ്ക്കും കാരണമൊക്കെ തോന്നിയ പോലെയാണ് റേറ്റ്. സോ നമ്മൾ അവിടെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളെടുത്തപ്പോൾ ഇച്ചിരി ദൂരമായിപ്പോയി. സോ ഞങ്ങൾക്ക് ട്രാവലിംഗ് ഇച്ചിരി ടഫായിരുന്നു. നമ്മൾ വണ്ടിയിൽ തന്നെ, കാറിൽ തന്നെ വരുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഇടത്ത് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. മറ്റേത് നമ്മൾ യൂബർ പിടിക്കണം അല്ലെങ്കിൽ ഓല പിടിക്കണം. അവിടുത്തെ ഓട്ടോയൊക്കെ തോന്നുന്ന പോലെയാണ് അതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. സോ നമ്മൾ വണ്ടി തന്നെ വന്ന് അതിൽ തന്നെ കറങ്ങുക നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ പോണ്ടിച്ചേരിൻ്റെ അകത്ത് തന്നെ ഒരു റൂം എടുക്കുകയോ റിസോർട്ട് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നു പറഞ്ഞിട്ട് ഞങ്ങളെടുത്ത റിസോർട്ട് മോശമൊന്നുമല്ല, നല്ല റിസോർട്ടായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങളുടെ റിസോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളുടെ റിസോർട്ടിനെ കുറിച്ചും അതിൻ്റെ അവിടുത്തെ കംഫർട്ടബിളിനെ കുറിച്ചൊക്കെ പറയാവേ. ഇതിപ്പോൾ എന്തായാലും എൻ്റെ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരി, ബൈ.